നമ്മളെല്ലാവരും പറയും ഹാർഡ് വർക്ക് ചെയ്ത ജീവിതം മാറി മറിയും. പക്ഷെ അതിന് ഹാർഡ് വർക്ക് മാത്രം പോരാ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ നാട്ടിലെ രാഷ്ട്രീയം, വർഷങ്ങളായി തുടരുന്ന കാസ്റ്റ് ഡിഫറൻസസ്, അൺഎംപ്ലോയ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പടത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹോം ബൗണ്ട്. വെൽക്കം ടു സ്കിനിമ. ലെറ്റ്സ് ഗോ. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായ പുഷ്പ 2 മറികടന്നാണ് ഹോം ബൗണ്ട് ഇത്തവണ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. നീരജ് ഖൈവാൻ സംവിധാനം ചെയ്ത ഹോം ബൗണ്ട് എന്ന ചിത്രം 2026 ഓസ്കാർ പുരസ്കാരങ്ങൾക്കായി മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയി നിലവിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇഷാൻ ഖത്തർ, വിശാൽ ജയ്ത്വ, ജാൻവി കപൂർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമാണ് ഹോം ബൗണ്ട്. ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാർട്ടിൻ സ്കോർസീസിയാണ് ഈ ഒരു ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഇന്ത്യയിൽ നടന്ന കുടിയേറ്റ തൊഴിലാളികളുടെ പലായനത്തിന്റെ സമകാലിക ഇന്ത്യയിലെ സോഷ്യൽ പൊളിറ്റിക്കൽ റിയാലിറ്റിനെയൊക്കെയാണ് ചിത്രം എക്സ്പ്രസ് ചെയ്യുന്നത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യ ബന്ധങ്ങളെയും വരച്ചു കാട്ടുന്ന ചിത്രം ഏറെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. കശ്മീരി ജേർണലിസ്റ്റ് ആയ ബഷാരത് പീറിന്റെ 2020 ന്യൂയോർക്ക് ടൈംസ് ആർട്ടിക്കിളായ ടേക്കിംഗ് അമൃത് ഹോം എന്നതിൽ നിന്നാണ് ഈ ചിത്രത്തിന്റെ യഥാർത്ഥ കഥ ഇൻസ്പയർ ആയിരിക്കുന്നത്. 2020 മാർച്ചിൽ COVID-19 ലോക്ക്ഡൌണിൽ കുടുങ്ങിയ സൂറത്തിലെ 2 യുവ കുടിയേറ്റ തൊഴിലാളികളുടെ കഥയാണിത് പറയുന്നത്. ചന്ദൻ കുമാർ, മുഹമ്മദ് ഷുഹൈബ് അലി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇഷാൻ ഖട്ടറും വിശാൽ ജത്വയും അവതരിപ്പിച്ചത്. പോലീസ് ഫോഴ്സിൽ പ്രവേശിക്കുന്നത് സ്വപ്നം കാണുന്ന 2 പേർ സാമൂഹിക മതിലുകൾ മറികടന്ന് ജീവിതം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന 2 സുഹൃത്തുക്കൾ. ജാതി, മതപരമായ വേർതിരിവുകൾക്കിടയിലും പോലീസ് കോൺസ്റ്റബിൾമാരാകാനും തങ്ങളുടെ കുടുംബങ്ങൾക്ക് മികച്ച ഭാവി ഒരുക്കാനും അവർ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ ചിത്രം. 2025 കാൻസ് ചലച്ചിത്രമേളയിൽ അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ ഹോം ബൗണ്ട് സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും സെക്കൻഡ് റണ്ണറപ്പായും ഹോം ബൗണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2015 പുറത്തിറങ്ങിയ മസാൻ എന്ന ഒരു ബ്യൂട്ടിഫുൾ ചിത്രത്തിന് ശേഷം 10 വർഷം കഴിഞ്ഞ് നീരജ് ഖൈവാൻ സംവിധാനം ചെയ്യുന്ന 2ാമത്തെ ചിത്രം കൂടിയാണ് ഹോം ബൗണ്ട്. 24 ചിത്രങ്ങളോട് മത്സരിച്ചാണ് ഹോം ബൗണ്ടിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കർ എൻട്രി ആയി തിരഞ്ഞെടുത്തത്. ദി ബംഗാൾ ഫയൽസ്, പുഷ്പ 2, കേസരി ചാപ്റ്റർ 2, കണ്ണപ്പ, കുബേര, ഫൂലെ തുടങ്ങി ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ നേടിയ ചിത്രങ്ങളടക്കം സെലക്ഷൻ കമ്മിറ്റിയുടെ മുൻപിൽ എത്തിയിരുന്നു. മലയാളിയായ രാജീവ് അഞ്ചൽ ഉൾപ്പെടെ 14 പേരായിരുന്നു സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഹോം ബൗണ്ടിനെ ശരിക്കും സ്പെഷ്യൽ ആക്കുന്നത് അഭിനയത്തിലാണ്. വിശാൽ ജത്വ, ഇഷാൻ ഖട്ടർ ഈ സിനിമയിൽ വാസ് പെർഫെക്റ്റ്. ഫ്രണ്ട്ഷിപ്പിനെ സെൻട്രൽ തീം ആക്കിക്കൊണ്ടുള്ള അപൂർവ ചിത്രങ്ങളിൽ ഒന്നാണ് ഹോം ബൗണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴൊക്കെയുള്ള their acting is nothing less than perfect. ജാൻവി കപൂറിന് വലിയ സ്പേസ് ഇല്ലെങ്കിലും she did a pretty good job. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.